സോ മെനി മോർ അപ്ഡേറ്റ്സ് ഫ്രം ഫോർമുല 1 ഇൻ ദിസ് വീക്ക്. ഫെറാറി, മെഴ്സിഡസ്, അതേപോലെ തന്നെ അൽപൈൻ അവരുടെ 2026 ലിവറീസ് ഫാൻസിന് മുമ്പിൽ പ്രസന്റ് ചെയ്തായിരുന്നു. മെഴ്സിഡസിന്റെ കാര്യം പിന്നെ എടുത്ത് പറയണ്ടല്ലോ, എപ്പോഴത്തേക്കും പോലെ നല്ല അടിപൊളി ലുക്കുള്ള കാർ തന്നെയാണ്. ആൽപൈൻ അവരുടെ ഓൾഡ് കളർ സ്കീം തന്നെയാണ് പിടിച്ചേക്കുന്നത്, ആ ഒരു റോസ് കളറും അതുതന്നെ ബ്ലൂ കളർ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള കളർ. ഫെറാറി ഇവിടെ ഒരു ഡിഫറെൻറ്റ് കളർ സ്കീമാണ് പിടിച്ചേക്കുന്നത്, അതൊരു പകുതി വൈറ്റ് പകുതി റെഡ് എന്നുള്ള രീതിയിലാണ്. സോ മെഴ്സിഡസിൻ്റെയും ഫെറാറിയുടെ അതുപോലെ അൽപൈൻ്റെയും പുതിയ ലിവറീസിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് സജഷൻ ഉള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണം. സോ വെൽക്കം ടു ദ തേർഡ് എപ്പിസോഡ് ഓഫ് F1 എയറോഡൈനാമിക്സ് എക്സ്പ്ലെയിൻ. സോ ഈ സീരീസിലെ ഫസ്റ്റ് 2 വീഡിയോസിൽ ഫ്രണ്ട് വിങ്സിനെ കുറിച്ചും സൈഡ് പോർട്സിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തായിരുന്നു. ഈ വീഡിയോയിൽ റിയർ വിങ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. സോ ഒരു ഫോർമുല 1 കാറിൽ ഡ്രാഗ് ഡിസൈഡ് ചെയ്യുന്ന ഒരു പാർട്ടാണ് ഈ റിയർ വിങ്സ്. അതായത് ആ ഫോർമുല 1 കാറിൽ ഏറ്റവും കൂടുതൽ ഡ്രാഗ് ജനറേറ്റ് ചെയ്യുന്നൊരു പാർട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴൊക്കെ അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴൊക്കെ F1 എയറോഡൈനാമിക്സിനെ കുറിച്ചിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാലും അവർ കമ്പയർ ചെയ്യുന്നത് എയറോപ്ലെയിനുമായിട്ടാണ്. കാരണം ഒരു എയറോപ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി പോകുന്ന അത്രയും സ്പീഡിലാണ് ഒരു ഫോർമുല 1 കാർ ട്രാക്കിൽ പോകുന്നത്. എന്നിട്ടും ആ ഫോർമുല 1 കാർ ട്രാക്കിൽ നിന്ന് തിരിച്ചു പോകത്തില്ല. കാരണം അതിന് അത്രയും ഡൗൺ ഫോഴ്സ് ജനറേറ്റ് ചെയ്യുന്ന രീതിയിലാണ് എൻ്റെ എയറോഡൈനാമിക്സ് എൻ്റയർലി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ഈ റിയർ വിങ്സിൻ്റെ മെയിനായിട്ടുള്ള റോൾ അവിടെയാണ് വരുന്നത്. എക്സാമ്പിളായിട്ട് ഒരു ഫോർമുല 1 കാർ ട്രാക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അത്രയും സ്പീഡിൽ പോകുമ്പോൾ റിയർ വിങ്സിലേക്ക് എയർ വന്ന് അത്രയും ഫോഴ്സിൽ വന്ന് ഹിറ്റ് ചെയ്യും. അതുപോലെ ഉണ്ടാകുന്ന ഡ്രാഗ് കാരണമാണ് കാറ് ട്രാക്കിനോട് കംപ്ലീറ്റ് ടൈം സക്കായിട്ടിരിക്കുന്നത്. ഓക്കെ, ഒരു F1 കാറിൻ്റെ റിയർ വിങ്സിൽ മെയിനായിട്ട് 3 പാർട്സ് ഉണ്ട്. ഫസ്റ്റ് വണ്ണാണ് മെയിൻ പ്ലെയിനും ഫ്ലാപ്പും. മെയിൻ പ്ലെയിൻ എന്ന് പറയുന്നത് ഈ റിയർ വിങ്സിലെ ഏറ്റവും മെജോറിറ്റി ആയിട്ട്, അതായത് ഏറ്റവും ടോപ്പിലുള്ള ഈ ഒരു പാർട്ടാണ്. പിന്നുള്ളത് ഫ്ലാപ്പ്. ഈ ഫ്ലാപ്പാണ് മെയിൻ പ്ലെയിൻ, അതായത് മെയിൻ പ്ലെയിനും ബീം വിങ്ങിനും നടുക്കായിട്ട് വരുന്നതാണ് ഈ ഫ്ലാപ്പ്. ഈ ഫ്ലാപ്പ് എൻഗേജ് ചെയ്യുമ്പോഴും ഡിസെൻഗേജ് ചെയ്തിട്ടുമാണ് ഈ DRS എനേബിൾ ചെയ്യുന്നത് ഡിസേബിൾ ചെയ്യുന്നത്. നമ്മൾ DRSനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, അതൊന്ന് ചെക്കൗട്ട് ചെയ്യുക, അത് ഞാൻ പിൻ ചെയ്തേക്കാം. അടുത്ത കമ്പോണൻ്റ് ആണ് എൻ പ്ലേറ്റ്. ഈ എൻ പ്ലേറ്റ് ഒരു വെർട്ടിക്കൽ കമ്പോണൻ്റ് ആണ്. അപ്പോൾ ഈ എൻ പ്ലേറ്റിൻ്റെ യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോർമുല 1 കാർ ഒരു 320 km/h സ്പീഡിലൊക്കെ പോകുമ്പോൾ ഈ റിയർ വിങ്സിൻ്റെ, അതായത് മെയിൻ പ്ലെയിനിലും അതേപോലെ ഫ്ലാപ്പിലും തട്ടിയിട്ട് വോർട്ടിസസ് ജനറേറ്റ് ചെയ്യും. അതായത് 2 സൈഡിലും വോർട്ടിസസ് ജനറേറ്റ് ചെയ്യും. പിന്നെ ഈ എൻ പ്ലേറ്റ്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എയർ ഹൈ പ്രഷർ ഉള്ളിടത്തു നിന്ന് ലോ പ്രഷർ ഉള്ളിടത്തേക്ക് പോകുന്നുള്ളൂ. സപ്പോസ് ഈ എൻ പ്ലേറ്റ്സ് അവിടെ ഇല്ലയെന്നുണ്ടെങ്കിൽ എയർ ഈ ഹൈ പ്രഷർ ഉള്ളിടത്തു നിന്ന് ലോ പ്രഷർ ഉള്ളിടത്തേക്ക് പോകും. അതായത് അവിടുത്തെ ഡ്രാഗ് കുറയും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ കാറ് 320 km/h സ്പീഡിലൊക്കെ പോകുമ്പോൾ ഈ റിയർ ഫ്ലാപ്പിൽ തട്ടി വോർട്ടിസസ് ജനറേറ്റ് ചെയ്യുന്നു. ഈ വോർട്ടിസസ് എന്താണെന്ന് നമ്മൾ ഫ്രണ്ട് വിങ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട് വിങ്സിൻ്റെ കേസിൽ ഔട്ട് വാഷിൻ്റെ കാര്യം ഞാൻ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഔട്ട് വാഷ് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന വോർട്ടിസസ് അല്ലെങ്കിൽ വേളിങ്ങിനെ ഡിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഔട്ട് വാഷിൻ്റെ യൂസ്. സെയിം രീതിയിലാണ് ഇവിടെയും ഈ ഒരു എൻ പ്ലേറ്റ് ചെയ്യുന്നത്. അടുത്ത പാർട്ടാണ് ബീം വിങ്. ഈ ബീം വിങ് എവിടെ ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയർ വിങ്സിലെ മെയിൻ വിങ്ങിനും ഡിഫ്യൂസേഴ്സിൻ്റെ നടുക്കാണ് ഈ ഒരു ബീം വിങ് ഉള്ളത്. സോ ഞാൻ ഡിഫ്യൂസേഴ്സിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് കാറിൻ്റെ ഫ്ലോറിൽ നിന്ന് വരുന്ന ഹൈ സ്പീഡ് ഹൈ വെലോസിറ്റി വരുന്ന എയർ ഡയറക്റ്റ് പുറകെ വരുന്ന കാറിൻ്റെ ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ആ പുറകെ വരുന്ന കാറിൻ്റെ എയറോഡൈനാമിക്സിന് നല്ലതല്ല. അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ആണ് ഈ ബീമിങ് അവിടെ വെച്ചേക്കുന്നത്. സോ ഈ ബീമിങ് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാറിൻ്റെ ഫ്ലോറിൽ വരുന്ന ഹൈ വെലോസിറ്റിയുള്ള എയറിനെ സ്ട്രെയിറ്റ് പുറകെ വരുന്ന കാറിൻ്റെ ആ ഒരു ആംഗിളിലേക്ക് വിടാതെ വേറൊരു സ്പെസിഫിക് ആംഗിളിലേക്ക് കൺവേർട്ട് ചെയ്തു. പിന്നെ ഡിസ്കസ് ചെയ്യാനുള്ളത് F1 ഫാൻസിനെ സംബന്ധിച്ച് ഭയങ്കര സാഡായിട്ടുള്ള കാര്യമാണ്. കാരണം DRS 2026 സീസൺ തൊട്ട് ഇല്ലല്ലോ. സോ DRS മാറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഗ്രൗണ്ട് എഫക്റ്റ് എറ കംപ്ലീറ്റ്ലി പോയെന്നാണ്. സോ 2026 സീസണിലേക്ക് DRSും ബീമിങ്ങും കംപ്ലീറ്റ് ആ റിയർ വിങ്ങിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഈ DRS കംപ്ലീറ്റ്ലി എടുത്ത് മാറ്റിയിട്ട് FIA കൊണ്ടുവന്നത് Z മോഡും X മോഡുമാണ്. ഈ 2 സംഭവങ്ങൾ ഏകദേശം DRS പോലെ തന്നെയാണ്. പക്ഷേ അത് ഡ്രൈവേഴ്സ് റേസിനിടയിൽ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിലാണ് കാര്യമായിരിക്കും. മാർച്ച് 6 വരെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം എന്നാലല്ലേ നമ്മൾ ആ ഒരു റേസ് കഴിഞ്ഞിട്ട് ആ ഒരു X മോഡും Z മോഡും ഡ്രൈവേഴ്സ് യൂസ് ചെയ്യുന്നതനുസരിച്ചിട്ട് ആ ഒരു ഡേറ്റ വന്നാലേ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ ഒരു മേജർ ചേഞ്ചാണ് MOM മോഡ്, അതായത് മാനുവൽ ഓവർ റൈഡ് മോഡ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ DRS ഉണ്ടായിരുന്നപ്പോൾ എന്താ ചെയ്യുന്നത്, 2 ഡ്രൈവേഴ്സ് തമ്മിൽ ഒരു 1 സെക്കൻഡ് ഗ്യാപ്പിൽ വന്നു കഴിഞ്ഞാൽ പുറകിലുള്ള ഡ്രൈവർ DRS എനേബിൾ ചെയ്തിട്ട് ഓവർടേക്ക് ചെയ്യും. അപ്പോൾ DRS എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 20 km/h എക്സ്ട്രാ സ്പീഡ് ആ പുറകിലുള്ള കാറിന് കിട്ടും. പക്ഷേ ഈ മാനുവൽ ഓവർ റൈഡ് മോഡിൽ എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രിക് പവർ എക്സ്ട്രാ ബൂസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് എൻജിൻ പവറിനോട് കൂടെ എക്സ്ട്രാ ഇലക്ട്രിക്കൽ പവറും കൂടെ കൊടുത്തിട്ട് ഈ ഒരു 20 to 30 km എക്സ്ട്രാ സ്പീഡ് ഈ പുറകിലുള്ള കാറിന് കൊടുക്കുന്നു. അത്ര വ്യത്യാസമേ ഉള്ളൂ.
സോ 2026 സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഫോർമുല 1ൻ്റെ ഫിസിക്സിനെ കുറിച്ചും എയറോഡൈനാമിക്സിനെ കുറിച്ചും മറ്റ് ബിസിനസ് അല്ലെങ്കിൽ ഡ്രൈവേഴ്സിൻ്റെ അഡ്രിനാലിൻ റഷ് ഉണ്ടായിരുന്ന റേസസിനെ കുറിച്ചും മൊമെൻറ്റ്സിനെ കുറിച്ചും ഒക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോനെ കുറിച്ച് നിങ്ങളുടെ സജഷൻസ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ വേറെ എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.